സമുദ്ര സാംസ്കാരിക കേന്ദ്രം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കല്ലുവാതുക്കൽ സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം 2024 ഡിസംബർ 24 കലാഭവൻ മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ നിർവഹിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ 2025 ഫെബ്രുവരി 7 പ്രശസ്ത കവി കുരീപ്പുഴ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. സമുദ്ര സാംസ്കാരിക കേന്ദ്രം രക്ഷാധികാരി N ജയചന്ദ്രൻ സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആദ്യ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങി. ഒപ്പം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ശാസ്ത്രീയ സംഗീതത്തിൽ A ഗ്രേഡ് നേടിയ S ജാനകി ശങ്കറിന് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് സമർപ്പിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആശാദേവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സമുദ്ര സാംസ്കാരിക കേന്ദ്രം ചെയർമാൻ പ്ലാക്കാട് ശ്രീകുമാർ സ്വാഗതം ആശംസിച്ചു. സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ റൂവൽ സിംഗ് M, സമുദ്ര സാംസ്കാരിക കേന്ദ്രം കഥാപ്രസംഗം കമ്മിറ്റി കൺവീനർ പ്രൊഫസർ ചിറക്കിറ സലിംകുമാർ, ഡോക്ടർ R ജയചന്ദ്രൻ, SR മണികണ്ഠൻ, സമുദ്ര സാംസ്കാരിക കേന്ദ്രം കവിതാ കമ്മിറ്റി രക്ഷാധികാരി മാമ്പള്ളി GR രഘുനാഥൻ, സമുദ്ര സാംസ്കാരിക കേന്ദ്രം കവിതാ കമ്മിറ്റി കൺവീനർ തട്ടാമല മധു തുടങ്ങിയവർ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചു. വിവിധ സാഹിത്യ രൂപങ്ങളുടെ അവതരണങ്ങളും ചർച്ചകളും ഒക്കെയായിട്ട് നിരന്തരം നമ്മുടെ ഇവിടുത്തെ അന്തേവാസികൾക്ക് വേണ്ടിയും ഒപ്പം നമുക്ക് എത്തിച്ചേരാവുന്ന അതിഥികൾക്ക് വേണ്ടിയുമൊക്കെ അത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു പോവുക എന്ന ഒരു കാഴ്ചപ്പാടാണ് പ്രഥമമായിട്ട് ഉള്ളത്. അത് അവതരിപ്പിച്ച് വരുന്ന മുറയ്ക്ക് അത്തരം മേഖലകളെ സമ്പുഷ്ടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല അർത്ഥത്തിലുള്ള സംഘാടനവും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത്. പുതിയ കെട്ടിട സമുച്ചയത്തിലേക്ക് ഉദ്ഘാടന നിർവഹണത്തോടുകൂടി നമ്മൾ മാറിക്കഴിയുമ്പോൾ കുറെ കൂടി വിപുലമായ രീതിയിൽ ഈ കലാസാഹിത്യ ആവിഷ്കരണ പരിപാടികൾ മുന്നേറാൻ കഴിയും എന്നുള്ള വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തരം പരിപാടികളിലേക്ക് മുതിരുന്നത്. കുരീപ്പുഴയുടെ സാന്നിധ്യം ഇന്ന് മലയാള സാഹിത്യ രംഗത്ത് അനിവാര്യമായ ഒന്നാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗവും സാഹിത്യ സാംസ്കാരിക രംഗങ്ങളൊക്കെ ഒരുതരം പ്രതിലോമകരമായ ആശയങ്ങളും ആവിഷ്കാരങ്ങളുമായി മുന്നേറുമ്പോൾ തൻ്റേതായ ആശയം അത്യുച്ചത്തിൽ വിളിച്ചു പറയാനും അതിനുവേണ്ടി നിലപാടെടുക്കാനും അതിനുവേണ്ടി തന്റെ തൂലിക ചലിപ്പിക്കാനും അങ്ങനെയുള്ളവർക്ക് ആശ്വാസകരമായും ഒരു തണലായും നിൽക്കുന്ന ഒരു സാഹിത്യ നായകനായിട്ടാണ് ഞാൻ കുരീപ്പുഴ സാറിനെ കാണുന്നത്. ആ അർത്ഥത്തിൽ കേരളത്തിൽ അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ വളരെ കുറഞ്ഞു വരുന്ന ഒരു തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. മുൻപൊക്കെ അങ്ങനെ എം ഗോവിന്ദനെ പോലെ ഒക്കെയുള്ള ആളുകൾ നമുക്ക് വഴികാട്ടികളായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ തലമുറയിൽ അങ്ങനെയുള്ള പുരോഗമന ചിന്തകൾ കൊണ്ടു നടക്കുകയും അത് പ്രചരിപ്പിക്കുകയും തൻ്റെതായ വാക്കുകളിലൂടെ അനാചാര അങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾക്കെതിരെ സംസാരിക്കുകയും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് തൻ്റെതായ വാക്കുകൾ കൊണ്ട് അതിനെ തെളിച്ചമുള്ളതാക്കി സമൂഹത്തിന്റെ മുൻപിൽ നല്ല തെളിച്ചമുള്ള വഴി വെട്ടുകയും ചെയ്യുന്ന കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ ഈ ഒരു പരിപാടിയുടെ അർത്ഥത്തിൽ മാത്രമല്ല നമ്മുടെ സാംസ്കാരിക സംഘടനയുടെ എല്ലാ മുന്നേറ്റത്തിലും സാർ ഉണ്ടാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ചുകൊണ്ടും സാറിനെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതിച്ചു. ഈ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒട്ടേറെ പരിപാടികൾ ഇപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഇവിടെ 1-2 പരിപാടിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നടത്തുന്നതെല്ലാം ഈ സാംസ്കാരിക വേദിയുടെ നമ്മുടെ MD അനുസ്മരണമായാലും അങ്ങനെ ഒട്ടേറെ പരിപാടികൾ ഇതിനോടകം തന്നെ ഇവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ സമൂഹത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യണം, അല്ലെങ്കിൽ സമൂഹത്തിന് ഉള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊണ്ട് ചില അടയാളപ്പെടുത്തലുകൾ നമ്മൾ ഓരോരുത്തരും നൽകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമാകുന്നത് എങ്കിൽ ഇതിനോടകം തന്നെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മതേതര വയോജന കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അതിന്റെ ലക്ഷ്യത്തിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വായനശാല, ഒരു ലൈബ്രറി ഇതിന്റെ ഭാഗമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു സാംസ്കാരിക കേന്ദ്രം അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് അത് പ്രവർത്തനം ആരംഭിച്ചു. ആ സാംസ്കാരിക വേദിയിലേക്കുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ സായന്തനത്തിൽ നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ ദീർഘിപ്പിക്കാതെ തന്നെ ആ മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ പ്രശസ്ത കവി ശ്രീ ഉരിപ്പുഴ ശ്രീകുമാർ സാറിനെ ഏറെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളും. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിക്കുന്ന മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ അറിയാം, ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ, വേറെ ആരുമില്ല. ഇവർക്കൊക്കെ ഒരു മെസ്സേജിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ജംഗ്ഷനിൽ അവരുടെ തന്നെ ആൾക്കാരെ, കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ കോൺഗ്രസ്സുകാർ മാത്രമേ ഉണ്ടാവുള്ളൂ, CPM മീറ്റിംഗ് ആണെങ്കിൽ CPMക്കാർ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ല. അവരോടാണ് പറയുന്നത്. അവരോട് പറയാൻ വേറെ എന്തെല്ലാം മാർഗ്ഗമുണ്ട്, പാർട്ടി ഓഫീസിൽ വെച്ച് പറഞ്ഞൂടെ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും മുറുക്കാങ്കടലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കേൾക്കണം എന്നുള്ളതാണ് ഒരുപാട് മൈക്കുകൾ ഇങ്ങനെ വെച്ചിരിക്കുക. അതുപോട്ടെ, എന്നാലും 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ തീർന്നല്ലേ, നമ്മൾ 3 മണിക്കൂർ എങ്ങനെയെങ്കിലും ചെവിയൊക്കെ പൊത്തിപ്പോയി ജീവിക്കാൻ നേരിടുക. പക്ഷേ മതസ്ഥാപനങ്ങളിൽ നിന്നുണ്ടാകുന്ന പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, അതിനെങ്ങനെയാണ് നിയന്ത്രിക്കാൻ പറ്റുക? ഞായറാഴ്ച രാവിലെ പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടിയുണ്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്ന്. ഇത് ഇവർ പറയുന്ന കേട്ടാൽ ഈ ഒച്ച അങ്ങ് സ്വർഗത്ത് കേൾക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. സ്വർഗം എവിടെയാണ്? സ്വർഗം മുകളിൽ കണ്ട. അങ്ങനെ സ്വർഗം ഉണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല, എനിക്ക് അതിനുള്ളൊരു ബോധ്യവും വന്നിട്ടില്ല. എങ്കിലും അവർ വിശ്വസിക്കുന്ന മുകളിൽ എവിടെയുണ്ട് സ്വർഗം. മുകളിലാണ് ഇത് ശ്രദ്ധിക്കുന്ന ഒരാളിരിക്കുന്നത്, എല്ലാം അറിയുന്ന ഒരാൾ മുകളിൽ ഇരിപ്പുണ്ട്. ആ മുകളിലിരിക്കുന്ന ആൾ കേൾക്കത്തക്ക ഉച്ചത്തിലാണ് മൈക്ക് വെച്ച് ഹല്ലേലൂയ സ്തോത്രം പറയുന്നത്. പണ്ട് മൈക്കില്ലാതിരുന്നൊരു കാലത്തുമുണ്ട് ഈ മതപ്രസംഗങ്ങളുണ്ട്. അന്ന് പ്രധാന ഉപദേശി പറയുന്നത് ദൂരെ ഇരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ കേൾക്കാൻ കഴിയാത്ത കാരണം കുറച്ച് അകലെയായിട്ട് വേറൊരാളിനെ രണ്ടാമതൊരു ഉപദേശങ്ങൾ നിർത്തി രണ്ടാമത്തെ ഉപദേശി ആദ്യത്തെ ഉപദേശിയുടെ പ്രസംഗം റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ചിങ്ങനെ പറഞ്ഞാണ് ആളുകൾ കേൾപ്പിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ്. ഇപ്പോഴൊന്നുമില്ല, ഭയങ്കര മൈക്കുകൾ, വലിയ കോളാമ്പിയൊക്കെ നിരോധിച്ചിരിക്കുകയാണ് സർക്കാർ. അപ്പോൾ അതിനെ അവരെന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഇതുപോലുള്ള പടുകൂറ്റൻ ബോക്സുകൾ, അതിനകത്ത് വലിയ ശബ്ദം ഉണ്ടാക്കുന്ന കോളാമ്പികളുടെ രൂപം ഉണ്ടാക്കി അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുക. ആട്ടിൻതോലിട്ട ചെന്ന എന്ന് പറയുന്നതാണ്. ഭയങ്കരമായി ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞായറാഴ്ച, വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പള്ളികളിൽ ഖുറാനെ സംബന്ധിച്ചോ ഹദീസുകളെ സംബന്ധിച്ചോ മതപ്രഭാഷണം ഒരുപാട് ഉച്ചത്തിൽ, അത് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രം കേട്ടാൽ പോരെ. അങ്ങനെയല്ല, പുറത്തേക്ക് വലിയ മൈക്ക് വെച്ച് നമ്മൾ പൊതുസമൂഹത്തെ കേൾപ്പിക്കുക. ബാങ്ക് വിളിക്കുന്ന പോട്ടെ, അത് 3 മിനിറ്റല്ലേ ഉള്ളൂ. 3 മിനിറ്റ് ഒരു ദിവസം 5 നേരം 15 മിനിറ്റ് തീർന്നല്ലോ. സൗദി അറേബ്യയിലേക്ക് അതുപോലെ നിരോധിച്ചിരിക്കുക. മുഹമ്മദ് നബി ജനിച്ച സൗദി അറേബ്യയിൽ ഇങ്ങനെ ബാങ്ക് വിളിക്കുന്നതിന് നിരോധനമുണ്ട് അടുത്ത കാലത്ത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് അടുത്ത പള്ളിയിൽ കേൾക്കാമെന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ പിന്നെ ബാങ്ക് വിളിക്കേണ്ട കാര്യമില്ല. സൗദി അറേബ്യയിലെ ഗവൺമെൻറ് ഉണ്ടാക്കിയ പുതിയൊരു നിയമമാണിത്. സൗദി അറേബ്യയിൽ പോലും ഈ നിയന്ത്രണം ഉണ്ടെന്നുള്ളതാണ്, നമ്മുടെ നാട്ടിലില്ല. അതുപോട്ടെ, 15 മിനിറ്റല്ലേ ഉള്ളൂ, ഒരു ദിവസം 15 മിനിറ്റല്ലേ ഉള്ളൂ. പെന്തക്കോസ്തുകാരുടെ കാര്യം എന്ന് പറയുന്നത് ഞായറാഴ്ചകളിൽ മാത്രമല്ലേ ഉള്ളൂ. അതും നമുക്ക് സഹിക്കാമെന്ന് വെച്ചോളൂ. നമ്മൾക്കെങ്കിലും ചെവി പഞ്ഞിയൊക്കെ വെച്ച് കഴിയാൻ നിൽക്കുക. ഹിന്ദു പ്രസ്ഥാപനങ്ങളോ ഒരു രക്ഷയില്ല. 365 ദിവസവും രാവിലെ 6 മണി തൊട്ട്, 6 മണിയെന്ന് പറഞ്ഞാൽ ഒരു നിയമപ്രശ്നമുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ 5 മണി തൊട്ട് രാത്രി 10, 11, 12 മണി വരെ അത്യുച്ചത്തിൽ ഭാഗവത പാരായണമായാലും മറ്റ് പാരഡി പാട്ടുകൾ, ഭക്തിഗാനങ്ങൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന പാരഡി പാട്ടുകൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ഉച്ചത്തിലാണ്. ഉത്സവം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഒരു 8-10 കിലോമീറ്റർ ചുറ്റളവിലാണ് മൈക്ക് വയ്ക്കുന്നത്. അവിടെ എങ്ങും ആർക്കും കിടന്ന് ഉറങ്ങാൻ സാധിക്കില്ല. രോഗമുള്ളവർക്ക് ഒരു രക്ഷയില്ല, കിടപ്പ് രോഗികൾക്ക് ഒരു മാർഗവുമില്ല. അവിടെ കിടന്ന് വിളിക്കുകയാണ്, മോനെ മക്കളെ എന്നൊക്കെ വിളിച്ചാൽ ആര് കേൾക്കാനാണ്? ഒരു ഫോൺ ബെല്ലടിച്ചാൽ അറിയാൻ ഒരു മാർഗവുമില്ല. കോളിംഗ് ബെല്ല് അമർത്തിയാൽ അറിയാൻ ഒരു മാർഗവുമില്ല. മുകളിലിരിക്കുന്ന വാട്ടർ ടാങ്കിലേക്ക് വെള്ളം കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടർ ഇട്ടാൽ വെള്ളം ഓവർഫ്ലോ ചെയ്യുമെന്ന് അറിയാനൊരു മാർഗവുമില്ല. ആരെങ്കിലും നമ്മളെ പുറത്തുനിന്ന് വിളിച്ചാൽ അറിയാൻ ഒരു മാർഗവുമില്ല. ആ രീതിയിലാണ് മൈക്ക് വെച്ച് ബഹളം ഉണ്ടാക്കുന്നത്. നിയമവിരുദ്ധമാണ്. ആര് ചോദിക്കുന്നത്? നിയമം അനുസരിച്ച് ട്രംപറ്റ് ഹോണ്, വലിയ ഹോണുകൾ വയ്ക്കാൻ പാടില്ല. കിടപ്പ് രോഗികളുണ്ട്. എന്നെ നിങ്ങളെപ്പോലെ പല രോഗങ്ങളാൽ വിഷമിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെപ്പോലുള്ള എഴുത്തുകാരുണ്ട്. അവർക്ക് ശ്രദ്ധ വേണം, സൂക്ഷ്മത വേണം, വായനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. സാധ്യമല്ല. പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കാൻ സമ്മതിക്കില്ല.
വളരെ കൊച്ചുകുട്ടികൾ, അവർക്ക് കളിക്കണം, കളിയിൽ ശ്രദ്ധ വേണം, അവരുടെ വായനയിൽ ശ്രദ്ധ വേണം, സമ്മതിക്കില്ല. ആരാ ചോദിക്കുന്നത്? നിയമവിരുദ്ധമാണിത്. ആര് ചോദിക്കും? സർക്കാർ നമ്മളോട് പറയുന്നത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾ 112 എന്ന് പറഞ്ഞ നമ്പറിൽ വിളിച്ചു പറയണം. 112 വിളിച്ചു പറഞ്ഞാൽ പോലീസുകാർ ഇടപെടും. പോലീസുകാർ ഇടപെട്ടിട്ട് അവിടെ ഒന്ന് പറയും, ശബ്ദം കുറച്ച് വയ്ക്കണമെന്ന് പറയും. പോലീസുകാർ അങ്ങോട്ട് പോകുന്ന സമയത്ത് വീണ്ടും കൂട്ടി വയ്ക്കും. പിന്നെന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ആരാണ് നമ്മളെ സഹായിക്കാനുള്ളത്? കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ സഹായിക്കുമോ? ഒരിക്കലും ഉണ്ടാവില്ല. രാഷ്ട്രീയക്കാരൻ്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ മൈക്കാണ് ദൈവമെന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ കയ്യിൽ കുറേ വോട്ടുണ്ട്. അപ്പോൾ ആ വോട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നാണ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയക്കാരും പറയുന്നത്. ഒരു പഞ്ചായത്ത് പ്രവർത്തനം നടത്തില്ല ഇത്തരം കാര്യങ്ങളിൽ. കമാന്തര അക്ഷരം ഇടില്ല. അവിടെ ബാല്യന്തം ചുള്ളിക്കാട് പറഞ്ഞാണ്, നീ മാത്രമേ ഉള്ളൂ നിൻ്റെ മുക്തിക്ക്, നീതിബോധം തന്നെ ശരണം. നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് 112 വിളിക്കുക, ആവർത്തിച്ച് വിളിക്കുക, പിന്നെയും വിളിക്കുക. നടന്നില്ലെങ്കിൽ SP പരാതി കൊടുക്കുക, SP പരാതി നടന്നില്ലെങ്കിൽ ജില്ലാ കളക്ടർക്ക് പരാതി കൊടുക്കുക, ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുക്കുക. ഇതും നടന്നില്ലെന്നുണ്ടെങ്കിൽ അപ്പോൾ ഒന്നും ഒരു മറുപടിയും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഇത് നടന്നില്ലെങ്കിൽ DGP പരാതി കൊടുക്കുക, DGP പരാതി കൊടുത്താലും നടന്നില്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കുക. നമ്മൾ ഒറ്റയ്ക്ക് പരാതി കൊടുക്കുക. കുട്ടികളുണ്ടെങ്കിൽ ബാലാവകാശ കമ്മീഷന് പരാതി കൊടുക്കുക. സ്ത്രീകൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മീഷനുണ്ട്, വനിതാ കമ്മീഷന് പരാതി കൊടുക്കുക. വൃദ്ധന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിന് പ്രത്യേക സംവിധാനമുണ്ട്. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടെങ്കിലും ഇങ്ങനെ പരാതി കൊടുക്കാനുള്ളൊരു വകുപ്പുണ്ട്. ഒറ്റയ്ക്കാണ്, നമ്മൾ ഒറ്റയ്ക്ക് പോരാടണം. ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇതാരും ചോദിക്കാനും പറയാനും ഇല്ലേ? ഈ നാട്ടിലെ വാർദ്ധക്യത്തിലെത്തിയ മനുഷ്യരുണ്ട്, മാതാപിതാക്കളുണ്ട്, ഒരുപാട് രോഗം ഉള്ള ആൾക്കാരുണ്ട്. അവരെ ഇങ്ങനെ സൗണ്ട് പൊല്യൂഷനിലൂടെ അമിതമായ ശബ്ദം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്ന് വിചാരിക്കാത്ത എന്താ? നമ്മുടെ കവിത എന്നൊക്കെ പറഞ്ഞാൽ 5 മിനിറ്റ്, 10 മിനിറ്റ്, 12 മിനിറ്റ് തീർന്നല്ലോ കവിത. പിന്നെ നമ്മൾ വല്ലാതെ പിന്നെ ആളുകൾ, സ്വാർത്ഥതയുള്ള ആളുകളെ ആകർഷിക്കുന്ന ചില പൂജകൾ, കാര്യസിദ്ധി പൂജ, ശത്രുസംഹാര പൂജ. ശത്രുസംഹാര പൂജ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെതിരെയുള്ള പൂജയൊന്നുമല്ല, നമുക്ക് വ്യക്തിപരമായ ശത്രുവുള്ള ആളുകളെതിരെ നടന്ന പൂജയാണ്. ഇതാണ് കേരളം. പട്ടിണിയാണ് എൻ്റെ സ്നേഹിത, വീണയിൽ ഭക്ഷണം അല്പവുമില്ല, എന്തേ മിഴികൾ നനഞ്ഞുവോ, പാടില്ല എങ്കിലും ചൊല്ലി ക്ഷമിക്കൂ, 5-6 നാണയത്തൊട്ടെനിക്കേകുമോ, കൺമണി വീണ തരാം ഞാൻ. 5-6 നാണയത്തൊട്ടെനിക്കേകുമോ, കൺമണി വീണ തരാം ഞാൻ. വീണ വേണ്ടേ നല്ല വീണ, അപൂർവമാം വീണയൊന്നുണ്ടെൻ്റെ കയ്യിൽ. ഇതാണ് ആ കവിത. എന്തായാലും ഈ കവിത അന്ന് ഞാൻ 79 ചൊല്ലിയതുപോലെ ആസ്വാദ്യരാവില്ല. അതിന് കാരണം ഈ കവിത എഴുതുന്ന സമയത്ത് എനിക്ക് ഒറ്റ ഉടുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഉടുപ്പുണ്ട്. പിന്നെ ഒരുപാട് കാലം ഞാൻ ജീവിച്ചില്ലേ, സർക്കാർ പണിയൊക്കെ ചെയ്ത് അങ്ങനെ 5-6 ഉടുപ്പ് കൂടുതലുണ്ട്. ഇപ്പോൾ ആ ഫീൽ ഉണ്ടാകത്തില്ലായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിയതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അല്പമെങ്കിലും ഇത് ബോധ്യപ്പെട്ടത്. കാലം ഇങ്ങനെ മാറുകയല്ലേ, അതുകൊണ്ട്. മഹത്തരമായ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഏതെല്ലാം രീതിയിൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കുന്നു, ദുഃഖം, ഇത് രോഗം കൊണ്ടും ശോകം കൊണ്ടും സംഘർഷം കൊണ്ടും ശബ്ദമലിനീകരണം കൊണ്ടും എല്ലാം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ തിരിച്ച് മൗനത്തിലേക്ക് പോകണം. മൗനിയാകണമെന്നാണ് പറയുന്നത്. മുനി എന്ന് പറഞ്ഞാൽ മൗനി. അപ്പം മൗനത്തിലേക്ക് പോകേണ്ടിയ, അതിലൂടെ നമുക്ക് ശക്തി കിട്ടൂ. ശക്തി ആർജിക്കണമെങ്കിൽ ഇനി ഒറ്റ കാര്യമുള്ളൂ. ശരീരം കൊണ്ട് വീക്കായി, സംഘർഷം കൊണ്ടും രോഗം കൊണ്ടും പിന്നെ എന്തെല്ലാം രോഗങ്ങളാണ്. ക്യാൻസർ, അത് കൊച്ചുകുട്ടികൾക്ക് പോലും, കൂടുതലും ബ്രസ്റ്റ് ക്യാൻസർ, പ്രഷർ. ഇനി അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മുടെ ഒരേ ഒരു ശക്തി ആർജിക്കണം, മാനസികമായ ശക്തി. മനസ്സിൻ്റെ ശക്തിയിൽ കൂടെ ഇതിനെ അതിജീവിക്കാൻ ഒക്കും. ഇന്ന് പണ്ടത്തെ കണക്കല്ല, എല്ലാം മുരടിച്ച് പോയില്ലേ. കലയും മുരടിച്ച്, കവിതയും മുരടിച്ച്. അവിടെയൊക്കെ അതിനെ തേജോമയമാക്കി നിർത്തുന്ന ചുരുക്കം വ്യക്തിത്വങ്ങളാണ്. അതിലൊന്നാണ് ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാർ.
അദ്ദേഹത്തിനോട് അപാരമായ സ്നേഹവും ബഹുമാനവും ആദരവും എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ബ്രഹ്മവാരീസിൻ്റെ ഒരു ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ, ഈശ്വരീയ വിശ്വവിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്തിയല്ല, ഈ ശബ്ദകോലാഹലങ്ങളൊന്നുമില്ല, പൂജയില്ല, വിളക്കുകൊളുത്തിലില്ല, അവിടെ ധ്യാനമാണ്. മനസ്സിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ധ്യാനമാണ്, മെഡിറ്റേഷനാണ്. മെഡിറ്റേഷൻ പല ആരോഗ്യ കേന്ദ്രം പോലും സപ്പോർട്ട് ചെയ്തിട്ടുള്ള, പ്രോത്സാഹിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ധ്യാനമാണ്. അതിൽ വേറെ ഒരു അനാചാരമോ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ 42 വർഷമായിട്ട് അതിൽ ഈ 17-ാം തീയതി വീണ്ടും പോവുകയാണ് രാജസ്ഥാൻ. ഒരു സുഖവാസ കേന്ദ്രമാണ്. അവിടെ പോയ ഈ പ്രഷറുള്ളവർക്കൊന്നും പിന്നെ പ്രഷർ തോന്നത്തില്ല. ഇൻസുലിൻ എടുക്കുന്നവരൊക്കെ അവിടെ വന്നിട്ട് ഇൻസുലിൻ എടുക്കാതെ തന്നെ സുഖമായിട്ട്, ഇവരെ സാറൊക്കെ വന്നത് ഇൻസുലിൻ ചെയ്തുകൊണ്ടിരുന്ന, അവിടെ അതിൻ്റെ ആവശ്യമില്ല. രാജൻ നായരും വന്നു, അദ്ദേഹത്തിനും അവിടെ വന്നപ്പോഴത്തേക്ക് ഒരു അസുഖമില്ല. അതുകൊണ്ട് ആ രാജസ്ഥാനിൽ നിന്ന് 2 പേര് ഇവിടെ വന്നിരുന്നു, ബ്രഹ്മകുമാരി ഹെഡ് ക്വാർട്ടറിൽ നിന്ന് 2 പേര് ഇവിടെ വന്നിരുന്നു. റൂവൽ സിംഗ് സാറ് പോയി അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ വന്ന് ഇവർക്കൊക്കെ പ്രസാദമൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ല മനസ്സിന് ഉടമയായിട്ട് നമ്മളെല്ലാം മാറണം. പരസ്പരം സ്നേഹവും സന്തോഷവും ആനന്ദവും. ഇപ്പം ശ്രീകുമാർ സാർ പാട്ട് പാടിയപ്പോൾ എനിക്ക് യഥാർത്ഥത്തെ ഡാൻസ് ചെയ്യണം തോന്നിയത്. ഞാൻ അവിടെയും പോയി ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഡാൻസൊന്നും പഠിച്ചിട്ടല്ല, ഇത് മനുഷ്യൻ്റെ ഒരു ഉന്മേഷം, ഉത്സാഹം. ഇവിടെയും പാടുന്നവരും ഡാൻസ് ചെയ്യുന്നവരുമുണ്ട്. ഈ അച്ഛനും അമ്മയും ഒക്കെ പാടും, ഡാൻസ് ചെയ്യും. ഇവിടെ വന്ന് അവർ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത് വളർന്ന് വലുതായി ലോകം അംഗീകരിക്കുന്ന പ്രസ്ഥാനമായി ഇത് സമൂഹത്തിന് വഴികാട്ടിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം തൊട്ട് അഭിനന്ദനങ്ങളും ആശംസകളും അഭിവാദ്യങ്ങളും ആദരവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹാർദ്രമാം ഏതോ പദം തേടുന്നു നാം, ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ പൂപാളമായി, എൻ മുന്നിൽ നീ പുലർക്കന്യയായി, ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിയിൽ. പ്ലാവില പൊൻതളികയിൽ പാൽ പായസ ചോറുണ്ണുവാൻ, പിന്നെയും പൂമ്പൈതലായി കൊതി തുള്ളി നിൽക്കുവതെന്തിനോ, ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ, കാറ്റിനോടു കിഞ്ചി ഒരു നാട്ടുമാകനി വീഴ്ത്തുവാൻ, ഇനിയുമീ തൊടികളിൽ ഇളവേൽക്കാൻ മോഹം. വാർദ്ധക്യം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് അനാഥത്വത്തിൻ്റെ ഒരവസ്ഥയാകരുത്. സൂര്യൻ അതിരാവിലെ ഉദിക്കുമ്പോൾ അതിൻ്റെ പ്രകാശത്തിനും അതിൻ്റെ ചൂടിനും ഒരു മിതത്വമുണ്ട്. മധ്യാഹ്ന സമയമാവുമ്പോൾ ജാജ്വല്യമാനനായി ഇങ്ങനെ നിൽക്കുന്ന കാണാം. കുറച്ച് കഴിയുമ്പോൾ അങ്ങ് പടിഞ്ഞാറെത്തുന്നു, പക്ഷേ എപ്പോഴും സൂര്യൻ തന്നെയാണ്. വാർദ്ധക്യമെന്ന് പറയുന്നത് ആ വിധത്തിൽ അവഗണിക്കപ്പെടേണ്ട ഒരവസ്ഥയല്ല, രോഗിയെയും അവഗണിക്കപ്പെടേണ്ടതല്ല. രോഗം ഉണ്ടാകുന്നത് അത് പിടിപെടുന്നയാളുടെ കുറ്റം കൊണ്ടല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവരെ സ്നേഹപൂർവ്വം പരിചരിക്കുവാനും സംരക്ഷിക്കുവാനുള്ള ബാധ്യത ഈ നാട് ഭരിക്കുന്നവർക്കുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് റൂവൽ സിംഗിനെ പോലുള്ള മനുഷ്യസ്നേഹികൾ താൻ അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയ ഭാഗം അല്ലെങ്കിൽ വലിയ ഭാഗം ഈ സഹോദരങ്ങൾക്ക് വേണ്ടി, അമ്മമാർക്ക് വേണ്ടി, അച്ഛന്മാർക്ക് വേണ്ടി സ്ഥാപനക്കുവാൻ
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ റൂവൽ സൊങ് ഇന്നിപ്പോഴും ഇവർ അനുഭവിക്കുന്നതിനേക്കാൾ വലിയ ടെൻഷൻ അനുഭവിക്കുന്ന ഒരാളാണ്. കാര്യം ഓരോ ദിവസവും ഇത് നടത്തിക്കൊണ്ടു പോകുന്നതിന്, വീഴ്ച കൂടാതെ നടത്തിപ്പോകുന്നതിന് ഇവിടെയുള്ള അമ്മമാരും സഹോദരങ്ങളുമൊക്കെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് മക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും. അവരുടെ സംരക്ഷണയിൽ ഇരിക്കുവാൻ അവരെ സംരക്ഷിക്കുവാനുള്ള ഒരു സംസ്കാരം വളർത്തിയെടുക്കുക, അതും ഈ സമുദ്ര സാംസ്കാരിക കേന്ദ്രത്തിൻ്റെ പ്രധാന പ്രവർത്തനം ആയിരിക്കുന്നത്. വെറുതെ പ്രസംഗിക്കുകയും കവിത എഴുതുകയും പാട്ട് പാടുകയും ഇതിനും അപ്പുറത്ത് ആ കവിതയിലും പ്രസംഗത്തിലും പാട്ടിലുമെല്ലാം എന്താണോ അടങ്ങിയിരിക്കുന്നത് അതെല്ലാം മനുഷ്യത്വമാണ്. ആ മനുഷ്യത്വം ജീവിതത്തിൽ സമൂഹത്തിൽ പ്രാവർത്തികമാക്കുന്ന പ്രവർത്തനമാണ് സാംസ്കാരിക പ്രവർത്തനമായി സമുദ്രതീരം ഉദ്ദേശിക്കുന്നത്. അതിലേക്കുള്ള അംഗത്വമാണ് ആദ്യം ഒരാൾ സ്വീകരിച്ചിരിക്കുന്ന ജയചന്ദ്രൻ എന്ന ഒരു പൊതുപ്രവർത്തകൻ. അദ്ദേഹത്തിൻ്റെ പോളിറ്റിക്സ് ഒന്നും ഇവിടെ പ്രശ്നമല്ല, പക്ഷേ അദ്ദേഹത്തിലൊരു നല്ല മനുഷ്യനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇതിന് തയ്യാറായത് മെമ്പർഷിപ്പ് എടുക്കുവാൻ. ധാരാളം ആളുകൾ വരട്ടെ, അതിൽ നിന്ന് സ്വരൂപിക്കുന്ന ധനം ഈ പറയുന്ന വിധത്തിൽ ഇവർ സംരക്ഷിക്കാനും ഇവർക്ക് മാനസികവും ശാരീരികവുമായ ഉല്ലാസം നൽകുന്നതിന്, കരുത്തു നൽകുന്നതിന് ആ സാംസ്കാരിക പ്രവർത്തനം പ്രയോജനപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അമ്മ, അച്ഛൻ, ആ രണ്ട് വാക്കുകൾക്ക് തന്നെ വലിയ അർത്ഥമുണ്ട്. അമ്മ, അച്ഛൻ, അങ്ങനെ തന്നെയാണ് എല്ലാവരും ഇവിടുത്തെ ജീവനക്കാരും റൂവൽ സിംഗിൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്നതും അങ്ങനെയാണ്, അമ്മയെന്നും അച്ഛനെന്നുമാണ്. അതിന് വലിയ തലങ്ങളുണ്ട്, വലിയ വ്യത്യസ്തമായ തലങ്ങളുണ്ട് അമ്മയും അച്ഛനും. അപ്പം എല്ലാവരുടെയും അച്ഛനും അമ്മമാരുമായി ജീവിക്കുന്ന നിങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന നിലയിൽ ഒരു കൂട്ടായ്മ രൂപീകരിക്കുവാൻ ഞങ്ങളെല്ലാവരും കൂടി ആലോചിക്കുകയുണ്ടായി. ഇതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച്, ഉദ്ദേശങ്ങളെക്കുറിച്ച് നേരത്തെ തന്നെ ഇവിടെ പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് കാലികമായ വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് ചർച്ചയും സംവാദങ്ങളും, ഒരു പ്രശ്നത്തിന് രണ്ട് വശമുണ്ടാകും, ആ രണ്ട് വശങ്ങളെക്കുറിച്ചും ആളുകളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഒപ്പം ഉല്ലാസം പകരുന്ന തരത്തിലുള്ള കലയുടെ, സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ, നാടകങ്ങളുടെ, കഥാപ്രസംഗങ്ങളുടെ, തനത് കലകളുടെ ഒരു സമ്മേളനം വരും ദിവസങ്ങളിൽ ഈ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെയും എല്ലാവരുടെയും പ്രതീക്ഷ. നിരവധി ആളുകൾ പലപ്പോഴും ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി പങ്കാളിത്തം ഇങ്ങോട്ട് ആവശ്യപ്പെടുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം പൂർത്തിയാകും. ഈ സംഘടനയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ അഭിമാനമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെയൊക്കെ പ്രചോദിപ്പിച്ച ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ സാന്നിധ്യം ഏറെ ആനന്ദം പകരുന്നു. ഈ പ്രസ്ഥാനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി എൻ ശ്രീകണ്ഠൻ നായർ ചടങ്ങിന് നന്ദി പറഞ്ഞു. പുഷ്പനീരാളം വിരിക്കാം, കൽപ്പനാ സായുജ്യരത്നാകരത്തിലെ കപ്പൽ കൊടി കൂറ കെട്ടാം. ഈ വരികളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും ഇരുന്ന് ഓർത്തിട്ടുണ്ട്. പിന്നീട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് ബിനുലാൽ, ഉണ്ണി എന്നാണ് ഞാൻ വിളിക്കുന്നത്. സാറ് ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും, കടപ്പാട്ട് കോണത്തുള്ള. ഈ ഉണ്ണിയുമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കുരീപ്പുഴയെക്കുറിച്ച് സംസാരിക്കാറുണ്ടായിരുന്നു. ഉടനെ അദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് ആ കവിത ഒന്ന്, വീണ വിൽപ്പനക്കാരൻ എന്ന കവിത ഒന്ന് ചൊല്ലാനായിട്ട് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടതും ആ ആവശ്യത്തെ അദ്ദേഹം സ്വീകരിക്കുകയും ആ കവിത എത്രയോ വർഷത്തിന് ശേഷം ചൊല്ലിക്കേട്ടപ്പോൾ വളരെ സന്തോഷമുണ്ട്. അങ്ങനെ ആ കവിത ചൊല്ലാൻ സന്മനസ് കാണിച്ച കുരീപ്പുഴ ശ്രീകുമാറിന് എൻ്റെ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഇതിനകത്തുള്ള ഇന്ന് ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന സമുദ്രയിലെ അച്ഛനമ്മമാരല്ലാത്തവരോട് റിക്വസ്റ്റാണ്. ഇവിടെ അച്ഛനമ്മമാർക്ക് വേണ്ടി ഒരു ഗ്രന്ഥശാല പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ചുമതലക്കാരനാണ് ഇപ്പോൾ ഞാൻ. അപ്പം ഞങ്ങളുടെ നാട്ടിലെ പാരിപ്പള്ളി പ്രദേശത്ത് ഇപ്പോൾ 10ഓളം പുതിയ വായനശാലകൾ രൂപം കൊണ്ടിരിക്കുക. ഇനിയും പുതിയത് എന്തോ ഇതിനകത്ത് പ്രത്യേക ഒരു ആകർഷണീയത അവർക്ക് ആകർഷണം തോന്നിയിട്ടാണെന്ന് തോന്നുന്നു ഈ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് 40 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തകനായിരുന്നിട്ടുണ്ട്. അന്നും ഇന്നും 20 ബുക്കുകൾ വിതരണം ചെയ്യാൻ ലൈബ്രറിയൻ അനുഭവിക്കുന്ന കഷ്ടത വളരെ
ഏറെയാണ്. 20 ബുക്ക് പോലും വിതരണം ചെയ്യാൻ വായനക്കാരൻ എത്താറില്ലാത്തൊരവസ്ഥയിലാണ് ഈ 10-15 വായനശാലകൾ പുതുതായിട്ട് പാരിപ്പള്ളി ഇട്ടവട്ടത്തിൽ നമ്മുടെ മെമ്പറിന്, ബഹുമാനപ്പെട്ട ജില്ലാ കൗൺസിൽ മെമ്പറിന് അറിയാൻ പറ്റും. ഓരോരുത്തർ വരണം തുടങ്ങുക. അതുകൊണ്ട് എനിക്ക് ശ്രീകുമാർ സാറിന് ഉൾപ്പെടെയുള്ളവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, അവർക്കൊണ്ട് കഴിയുന്ന 1-2 പുസ്തകങ്ങൾ ഞങ്ങളുടെ ലൈബ്രറിക്ക് തന്ന് സഹായിക്കണമെന്ന് ഇവിടുത്തെ അച്ഛനമ്മമാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴെങ്കിലും ഭാവിയിലിതിൽ ഈ പുതിയ ബിൽഡിങ്ങിലോട്ട് മാറുന്നതോട് അനുബന്ധിച്ച് ഇതിനെ ഒരു മഹത്തായ പ്രസ്ഥാനമായിട്ട് മാറ്റണമെന്നും ഈ പ്രദേശത്തുള്ള നമ്മുടെ കൊല്ലം ജില്ലയിലെ കുട്ടികൾക്ക് പഠിക്കാനുതകുന്ന ഒരു വലിയ റഫറൻസ് ലൈബ്രറിയാക്കി മാറ്റണമെന്നും ഉള്ള ഒരു സ്വാർത്ഥമായ ആഗ്രഹമുള്ളതുകൊണ്ട് ശ്രീകുമാർ സാറിനോട് ഉൾപ്പെടെയുള്ളവരോട് ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, കഴിയുന്നത്ര പുസ്തകങ്ങൾ ഞങ്ങൾക്ക് തന്ന് സഹായിക്കണം എന്ന വിവരം ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ശ്രീമതി ആശാദേവി, നമ്മുടെ വിശിഷ്ടാതിഥി ഉദ്ഘാടകനുമായ ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, നമ്മുടെ മെമ്പർഷിപ്പ് ഏറ്റുവാങ്ങിയ ശ്രീ ജയചന്ദ്രൻ സാർ, നമ്മുടെ പ്രിയപ്പെട്ട കാതികൻ ചിറക്കര സലിംകുമാർ, രഘുനാഥ് സാർ, മറ്റ് പങ്കെടുത്ത എല്ലാവരുടെയും പേര് പറയാൻ വിട്ടുപോകുന്നതുകൊണ്ട്, ഓർമ്മക്കുറവുള്ളതുകൊണ്ട് വിട്ടുപോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.